ജൂലൈയിൽ തിയേറ്ററിലുണ്ടാക്കിയ ഒഴിവ് നികത്തി ഒന്നിലധികം മികച്ച ചിത്രങ്ങളാണ് ഓഗസ്റ്റിൽ കേരളത്തിലെ തിയേറ്ററിലേക്ക് എത്തിയത്. മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ പ്രധാന വേഷത്തിൽ തുടക്കം ഓഗസ്റ്റ് 7-ന് തിയേറ്ററിലെത്തി മികച്ച പ്രതികരണങ്ങൾ സ്വന്തമാക്കി. ബോക്സ് ഓഫീസിൽ തരക്കേടില്ലാത്ത കളക്ഷനായിരുന്നു സ്വന്തമാക്കിയത്. ഒപ്പം മമിത ബൈജും സൂര്യയും പ്രധാന വേഷത്തിലെത്തിയ വിശ്വനാഥൻ ആൻഡ് സൺസും തിയേറ്ററിലെത്തുകയും മികച്ച സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഈ രണ്ട് ചിത്രങ്ങളുടെയും സൈഡാക്കിക്കൊണ്ട് ഓണം റിലീസായി പൃഥ്വിരാജ് നായകനായ ഖലീഫയും നിവിൻ പോളിയുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റും തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. വ്യാഴാഴ്ച പുറത്തിറങ്ങിയ ഖലീഫയ്ക്ക് സമ്മിശ്ര പ്രതികരണങ്ങൾ ലഭിക്കുകയും വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ ബെത്ലഹേമിന് വൻ പ്രതികരണം നേടുകയും ചെയ്തതോടെ തുടക്കത്തിൽ ലഭിച്ച കളക്ഷനിൽ കാര്യമായ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. ചിത്രം ഇതുവരെ ആഗോള ബോക്സ് ഓഫീസിൽ 42 കോടിയോളം സ്വന്തമാക്കിയിരിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രത്തിന് 23 കോടിയോളമാണ് തിയേറ്ററിൽ നിന്ന് നേടാനായത്. എന്നാൽ കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ കളക്ഷനിൽ കാര്യമായ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. റിലീസ് ചെയ്ത് 14-ാം ദിവസം 26 ലക്ഷം രൂപ മാത്രമാണ് കേരളത്തെ തിയേറ്ററിൽ നിന്ന് ലഭിച്ച കളക്ഷനെന്ന് വിശ്വസനീയമായ സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതോടൊപ്പം 50 കോടിയിലെത്തുന്ന നേട്ടത്തിൽ ചിത്രത്തിന് എത്തുക എന്നത് അസാധ്യമാണെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഈ വർഷം പുറത്തിറങ്ങിയ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ 8-ാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ് തുടക്കത്തിന് സാധിച്ചിരിക്കുന്നത്. വിസ്മയ മോഹൻലാലിന്റെ അഭിനയത്തിന് അരങ്ങേറ്റം കുറിച്ച ചിത്രത്തിൽ മോഹൻലാൽ ക്യാമിയോ റോളിൽ എത്തിയിരുന്നു.